ആറില് വരിക, ചെളി തീർപ്പിക്കുക, അതേ കാറിൽ തന്നെ കയറ്റി കമ്പനിയുടെ വാതിക്കെ കൊണ്ട് ഇറക്കുക, ജോലി കിട്ടുക, എന്തൊക്കെയോ ചില ഐശ്വര്യങ്ങളുണ്ടടാ അവൾക്ക്. അവളെ പിന്നെ കണ്ടോ നീ? പേര് പോലും ചോദിച്ചില്ല. കാണണം, കണ്ടാലൊരു നന്ദി പറയണം. നിന്റെ പ്രേമം ഇതുവരെ മഹാദുരന്തങ്ങൾ എന്തെങ്കിലും സംഭവിച്ചോ? എന്തായാലും നിന്നെ പോലെ പ്രേമകൃഷിത്തോപ്പിലെ നോക്കുകുത്തിയാവില്ല എന്നൊരു വിശ്വാസമുണ്ട്. തുടക്കത്തിൽ എങ്ങനെയൊക്കെ തോന്നും. എടാ, എനിക്ക് നിനക്കൊക്കെ പറഞ്ഞിട്ടുള്ള പെണ്ണ് മറ്റെവിടെയോ ആണ്. ഏതോ അടുക്കളയിൽ അവളിപ്പോ അത്താഴത്തിന് അരിയിടുന്നുണ്ടാവും. അത് നിന്റെ പെണ്ണ്. എന്റെ പെണ്ണിപ്പോ അടുക്കളയിൽ ജോലിക്കാരിയോട് വഴക്കിടുന്നുണ്ടാവും. മഹാമടിച്ചിയാ, മൂക്കത്താ കോപം. ഭയങ്കര തന്റേടിയാ. ഓന്തുണ്ണി നായരോട് ധിക്കാരവും പറഞ്ഞ് തല്ലാനോങ്ങിയപ്പോഴോ സൂത്രത്തിൽ കൊഞ്ഞനം കുത്തി അകത്തേക്കോടും. ഇനി പഠിക്കാൻ ചെന്നിരുന്നപ്പോഴോ മനസ്സ് മുഴുവനും ഞാനായിരുന്നു. ജോഗ്രഫി പുസ്തകത്തില് 87-ാം പേജിൽ വെച്ച ഒരു മയിൽപ്പീലിത്തുണ്ട് ഒരു പിറന്നാളിന് ഞാൻ സമ്മാനിച്ചതാ. ആകാശം കാണാതെ പുറത്തെടുക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആകാശം കണ്ട മയിൽപ്പീലി ചത്തുപോത്രേ. എടാ, ഇതിനേക്കാൾ വലിയ കോട്ടകൾ ഞാൻ കിട്ടിയിട്ടുണ്ട്, അറിയോ? ഐസ്ക്രീമും ഫ്രൂട്ട് സാലഡും ഒക്കെ തീറ്റിച്ചിട്ടുണ്ട്. എന്നിട്ടും അടുപ്പീന്ന് വലിച്ചെടുത്ത വിറക് കൊള്ളി പോലത്തെ തെണ്ടി മുറച്ചർക്കം വന്നപ്പോ എന്നെ കളഞ്ഞിച്ച് പോയില്ലേ? എന്തായാലും എന്നെ സഹായിക്കാൻ വന്ന് അവളുടെ അനുജത്തിയെ തന്നെ വലവീശി പിടിച്ചവനല്ലേ നീ? അവളുടെ അനുജത്തി ആയതുകൊണ്ട് പറയാ, വിശ്വസിക്കരുത്. പക്ഷെ അവള് പാവാടാ. എടാ, നീ വിളിച്ചു കഴിഞ്ഞാൽ അച്ഛനെ ധിക്കരിച്ച് അവൾ ഇറങ്ങി വരുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? നീ ഇത്രയും പറഞ്ഞപ്പോ എനിക്കൊരു ചെറിയ സംശയം. എന്തായാലും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ? എങ്ങനെ? ഇന്ന് രാത്രി ഒന്ന് ഇറങ്ങി വരാൻ പറയാം. എന്തിന്? ഞാൻ വിളിച്ച അവള് വരുമെന്ന് അറിയണമല്ലോ. എത്ര മണിക്ക് ഇറങ്ങി വരാനാ പറഞ്ഞ? 11 മണിക്ക്. കൂട്ടുകാരാ, 11 മണിക്ക് ഇനി 11 മിനിറ്റ് പോലും ഇല്ല. ഏതായാലും കഷ്ടപ്പെട്ട് മതിലാടി വന്നല്ലേ, ഒരു 11 സെക്കൻഡ് കൂടി നോക്കിയിട്ട് നമുക്ക് പോവാം. അവൾ ഇറങ്ങി വരും. അവള് വരുന്നുണ്ട്. ഇതെന്താ പെട്ടിയും പെട്ടൊക്കെ ആയിട്ടാണ് വരുന്നത്? ഇതെന്താ ബാഗൊക്കെ ആയിട്ട്? ഒളിച്ചോടെ ആഭരണം ഒന്നും എടുത്തിട്ടില്ല. ഇനിയിപ്പോ അതും അടിച്ചോണ്ട് പോയെന്ന് വേണ്ടല്ലോ. ഒരു ജോഡി ഡ്രസ്സേ എടുത്തുള്ളൂ, അത് പോരെ? അത് മതി. പക്ഷെ നമുക്ക് ഇപ്പൊ ഒളിച്ചോടണ്ട. പിന്നെ രാത്രി ഇറങ്ങി വരണമെന്ന് പറഞ്ഞിട്ട്? അത് വിളിച്ചാ വരുമെന്ന് അറിയാനായിരുന്നു. ഇപ്പൊ വിശ്വാസായി. സത്യമായിട്ടും ഞാൻ വിളിക്കും ഒരിക്കൽ. നിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എനിക്കിപ്പൊ ഭയങ്കര ധൈര്യമായി. പോയിക്കോളൂ. തിരിച്ചു പോകാൻ ഇപ്പൊ പേടി. അച്ഛനെങ്ങാനും കണ്ടാലോ? കണ്ടാൽ സ്വപ്നാടനായിരുന്നു പറഞ്ഞാ മതി. സ്വപ്നാടനോ? ഉറക്കത്തിലെ സ്വബോധം ഇല്ലാതെ എഴുന്നേറ്റ് നടക്കുന്ന ഒരു തരം രോഗം അത്. ധൈര്യമായിട്ട് പോയിക്കോട്ടോ.